ഹലോ, വിമല ടീച്ചർ അല്ലേ? അതെ, വിമല ടീച്ചറാണ്. ഞാൻ CS പഠിക്കുന്ന അർഷാദാണ്. ആ, പറയ് മോനെ. ടീച്ചർ ലീവ് എടുക്കുന്ന ദിവസം ഞാൻ ടീച്ചറെ വീട്ടിലേക്ക് വിളിക്കാറുണ്ടോ? ഇല്ലാലോ. പിന്നെ എന്തിനാ തവളെ ഞാൻ വരാത്ത ദിവസം എന്റെ വീട്ടിലേക്ക് വിളിക്കുന്നേ? ഇവിടെ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ ജോലി കിട്ടി. ടീച്ചറാണോ? ടീച്ചറല്ല. പ്യൂണാണോ? പ്യൂണും അല്ല. മാനേജർ? അതും അല്ല. ഷെഫ്. സ്കൂളിൽ ഷെഫ്. കഞ്ഞിവെപ്പ്. താടിയുള്ള തെണ്ടി നിന്നോട് എന്താ പറഞ്ഞത്? അയാൾക്ക് എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു. എന്താ അയാൾ പറഞ്ഞത്? അയാൾ ഒരു ചായ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ 2 പൊറോട്ടയും ഒരു ചിക്കനും പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. നിങ്ങൾക്ക് എപ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നണത്? അത് ഞാൻ പുറത്തേക്ക് പോകുമ്പോ. നിങ്ങൾ വീട്ടിലുള്ളപ്പോ എപ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നണേ? അത് നീ പുറത്തേക്ക് പോകുമ്പോ. നിങ്ങളുടെ ഭാര്യയുടെ നല്ല സ്വഭാവവും മോശം സ്വഭാവവും എന്ന് പറയൂ. ആദ്യം ഞാൻ നല്ല കാര്യം പറയാ. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ കൂടെ തന്നെ നിൽക്കും. അപ്പൊ മോശം സ്വഭാവം എന്താ? ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കണത് ഈ നായനായിരിക്കും. അങ്ങനെ നീ എന്നിൽ എന്ത് കണ്ടിട്ടാ നീ എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചേ? ഒരു ദിവസം ഞാൻ എന്റെ ബാൽക്കണിയിൽ നോക്കുമ്പോ ചേട്ടൻ തുണിയലക്കണ്ടതും പാത്രം കഴുകണ്ടതൊക്കെ കണ്ടിരുന്നു. ഓമനേച്ചിയെ, ആ അതെ, 5 ദിവസം മുന്നുള്ള ന്യൂസ് പേപ്പർ ഒന്ന് തരുവോ? 5 ദിവസം മുന്നത്തെ ഇന്ന് ജൂലൈ 20. അപ്പൊ ജൂലൈ 15 വേണല്ലേ? ആ അതന്നെ. നോക്കട്ടെ മോളെ, ഇപ്പൊ വരാം. ആ ശരി. എന്നാ മോളെ വല്ല ലോട്ടറി നോക്കാനാണോ? അല്ല. ഫോട്ടോ വല്ലതും വന്നിട്ടുണ്ടോ പേപ്പറില്? അതൊന്നല്ല. നിങ്ങളുടെ കോഴിയെ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്ന കാഷ്ടിച്ചിട്ടേക്കണത്. എനിക്ക് വയ്യ വീടിന്റെ ഉള്ളിൽ പോയിട്ട് പേപ്പറൊക്കെ എടുത്ത് തപ്പിപ്പിടിച്ച് തുടയ്ക്കാനായിട്ട്. നിങ്ങളുടെ കോഴിയല്ല, നിങ്ങൾ കഷ്ടപ്പെട്. മധുരം കുറച്ചൊരു ചായ. കഴിക്കാൻ എന്തെങ്കിലും വേണോ? കഴിക്കാനല്ലേ ചായ, അല്ലാതെ കയ്യും കാലും കഴിയാനാ? ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള പുരുഷന്മാരുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണത്രേ. ആ പുരുഷന്മാരോട് നമ്മൾ ചന്തയിൽ പോയി മീൻ മേടിക്കാനും ഇറച്ചി വെട്ടിത്തരാനും വിറക് കീറി തരാനും പറയുന്നു. ഞാനിപ്പോ തിരക്കിലാണ്. തിരക്കിനിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. കത്തോ? ആർക്കടി കത്ത്? എടി ആർക്കാന്ന്? എന്തിനാ ചൂടാവുന്നേ? രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കോ? അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ? എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ്. അത് ശരി. 2 പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം എന്നോട് തുറന്നു പറയുന്നത്? നിന്നെ ഡൈവേഴ്സ് ചെയ്യും. അയ്യോ, പ്രേമലേഖനൊന്നുമില്ല. പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാ രഹസ്യം എഴുതിയിരുന്നത്. അതാണോ? ഇനി എന്നെ ഡ്രൈവാഷ് ചെയ്യോ? അയ്യോ ഇല്ല, എന്ത് മതി. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ? ചോദിക്കണം കേട്ടോ, അനുവാദം ചോദിച്ചിട്ട് എടുക്കും. ചാക്കോ അല്ല, സഞ്ചി. ഞാൻ ചാക്കോ കേറ്റി. ഞാൻ സഞ്ചി ഇറക്കി. കൊള്ളാലോ കളി. അടുത്ത പോലത്തെ എന്റെ പേരാണ് ചാക്കോ കേറ്റി. എന്താ? ഭർത്താക്കന്മാർക്ക് ദേഷ്യം വന്നെങ്കിലേ ഒരു ചെറിയ പനി വരുന്ന പോലെ അതങ്ങ് വരും പോവും. എന്നാ ഭാര്യമാർക്ക് ദേഷ്യം വന്നെങ്കിലോ കൊറോണ വരുന്ന പോലെ ആ വീട്ടിലുള്ള എല്ലാരെയും അത് ബാധിക്കും. അന്നാ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ വൈകുന്നേരം പോവേ. നീ പോയി അങ്ങനെ ശരിയാവും. ഇവിടുത്തെ കാര്യങ്ങളാരും നോക്കും, പിള്ളേരുടെ കാര്യങ്ങളാരും നോക്കും. ഒരിടത്തും പോണ്ട. സമയം വീട്ടിൽ പോണം. ഹലോ അമ്മ, ഞാൻ ഇന്ന് വരൂലേ? അണ്ണന്റെ കാലിൽ ഒരു ആണിയുണ്ട്, ഭയങ്കര വേദനയൊന്നും വരാൻ പറ്റൂല. ശരി എന്നാ. സോറി. എന്തിന്? അല്ല, ഞാനാണ് നിന്നെ വിടാത്തത്. നീ നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. നിങ്ങള് മുംബൈക്കപ്പോ ഞാൻ അങ്ങനെ പറയും? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഞാൻ ബേഴ്സിൽ വെച്ച് 500 രൂപ കാണുന്നില്ലല്ലോ. അത് അതിനകത്ത് തന്നെ കാണും അമ്മേ. ഞാൻ മൊത്തം തപ്പി നോക്കി, കാണുന്നില്ല. നല്ലോണം തപ്പി നോക്ക്. നീ എടുത്തായിരുന്നോടി? ഞാനൊന്നും എടുത്തില്ല. നീ എന്റെ മുഖത്തോട്ട് നോക്കിയേ. ഞാൻ എടുത്തില്ല അമ്മേ. നീ എന്തിനാ ചിരിക്കുന്നേ? അപ്പൊ നീ എടുത്തിട്ടുണ്ട്? ഇല്ല അമ്മേ, അതെനിക്ക് ചിരി വന്നതാ. കൊച്ച സത്യം പറയുന്ന നിനക്ക് നല്ലത്. എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെന്ന് പറ. ഇല്ല അമ്മ, ഞാൻ എടുത്തിട്ടില്ല. കണ്ടോ ചിരിക്കുന്നത് കണ്ടോ? അതെനിക്ക് ചിരി വന്നിട്ടാ അമ്മേ. ഇതിനകത്തുണ്ട് കേട്ടോ. കിട്ടി. കണ്ടോ, ഞാൻ പറഞ്ഞതല്ല ഞാൻ എടുത്തിട്ടില്ലെന്ന്. എന്നിട്ടോ എന്നെ വെറുതെ അമ്മ തെറ്റിദ്ധരിച്ചത്. നീ പിന്നെ
എന്തിനാ കള്ളച്ചിരി ചിരിച്ചത്? അതെനിക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അറിയാതെ ചിരി വന്നു പോവും അമ്മേ. ചേടാ കൊഞ്ച് കുറയാനുള്ള മരുന്ന് കഴിച്ചാലോ എന്ന് ആലോചിക്കാണ് ഞാനിപ്പോ. മുഖത്ത് പറ്റാനുള്ള മരുന്നുണ്ട്, ആസിഡ്. അത് വാങ്ങി പറ്റിയാ മതി മുഖത്ത്. നന്നായിട്ട് ഒരു കുപ്പി വാങ്ങണം. ദിവസവും 3 നേരം മുഖത്ത് തേച്ച് പിടിപ്പിക്കണം. അല്ലാണ്ട് ഒരു വയ്യൂല. മര്യാദക്ക് ആ കോളേജിലൊക്കെ പഠിക്കുമ്പോ ആരെങ്കിലും പ്രേമിച്ചാ പോരായിരുന്നു? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമ്മളെയൊക്കെ ആരെങ്കിലും പ്രേമിക്കണ്ടേ? അതെന്താ കാണാൻ അത്ര മോശമാണ്? ഒരു മെനയുണ്ടായില്ലല്ല. ഇപ്പൊ ഈ ജോലിയൊക്കെ കിട്ടിയപ്പോഴല്ലേ ഒരുവിധം വെട്ടം വെച്ചത്. ശരിയാണ്, അന്ന് സോഡാ കുപ്പി പോലെ അന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഒന്നും ഉണ്ടായില്ലേ, അല്ലെങ്കിൽ ആ മണ്ടുവിനെ പ്രേമിച്ചാനെ. എന്റെ വീടിന്റെ മുമ്പിൽ കൂടിയല്ലേ മണ്ടുവും ഷീജയൊക്കെ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പറയാൻ ധൈര്യം കിട്ടിയില്ല. ഡോക്ടറെ, എന്റെ പേര് അമ്മിണിന്നാണ്. അമ്മണി പറയൂ, എന്താ കാര്യം? ഞാൻ ഈ വീട്ടു ജോലിക്കൊക്കെ പോണേണേ. ഓക്കെ. എന്താണ് അസുഖം? എന്താണ് അസുഖം പറയാനായിട്ട് ഞാൻ ഡോക്ടറിന്റെ വീട്ടിൽ വന്നിരുന്നു. ഓക്കെ. അപ്പൊ ഡോക്ടറിന്റെ ഭാര്യ പറഞ്ഞ് ഡോക്ടർ അവിടെ ഇല്ല, ഡോക്ടർ ഉള്ളപ്പോ വരാനാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഞാൻ TV വെച്ച് നോക്കിയപ്പോഴാണ് ഡോക്ടറിനെ കണ്ടത്. അപ്പൊ ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് കാര്യം പറയൂ. അതെ, ഡോക്ടറിന്റെ വീട്ടില് പണിക്കാളെ വേണം. അമ്മ അറിഞ്ഞ ഗോവിന്ദച്ചാമ്മ ജയിലിൽ അടിയെന്ന്. കർക്കിടകല്ലേ, ആളൂരിന് ബലിയിടാൻ പോയതായിരിക്കും. നിനക്ക് ഇംഗ്ലീഷ് അറിയുമെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ? ഞാൻ ചോദിക്കുന്നതിനൊക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എനിക്കറിയില്ല. ഇതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ഇത് തേങ്ങ സ്കൂളിൽ പോണ്. ഇച്ച 10 രൂപന്റെ 4 ബിസ്ക്കറ്റ്. 4 ബിസ്ക്കറ്റ്. 56 രൂപന്റെ അരി 1.5 കിലോ. 1.5 കിലോ. 20 രൂപന്റെ എണ്ണ. 10 രൂപന്റെ കടു. 1 രൂപന്റെ കോലുമുട്ടായി 2 എണ്ണം. 10 രൂപന്റെ ബെല്ലം. എല്ലാം കൂടിയിട്ട് ടോട്ടൽ എത്രയായി? എല്ലാം കൂടെ 164. ഞാൻ 200 രൂപ തന്നെങ്കിൽ ബാക്കി എത്ര തരൂ? 34 രൂപ. ആയിച്ചനാ പോന്ന്. സാധനം വേണ്ടേ? ഞാൻ ഇത് മേങ്ങാൻ വന്നല്ല, എന്റെ സ്കൂളത്തെ ഹോംവർക്ക്. നെക്സ്റ്റ് പേഷ്യന്റ് കിണ്ടിരമ്മ, 75 വയസ്സ്. ടോക്കൺ നമ്പർ 3. കിണ്ടിരമ്മയുണ്ടോ? കിണ്ടിരമ്മ. കിണ്ടിരമ്മ നിന്റെ അമ്മൂമ്മയുടെ. എന്റെ പേര് കിണ്ടിരമ്മ എന്നല്ല, എന്റെ പേര് കെ ഇന്ദിരാമ്മ. ആരാടിയവൻ? ഏതവൻ? നീ ഇപ്പൊ ഫോൺ ചെയ്ത ആരാണെന്ന്? ഞാൻ ഇപ്പൊ ഫോൺ ചെയ്തതേ എന്റെ മമ്മിക്കാ. ഞാൻ അത് വിശ്വസിക്കില്ലേ. നോക്ക്, MUMMY മമ്മി. ഇത് തന്നെയല്ലേ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞത്. ഞാൻ നിങ്ങളെ വഞ്ചിക്കൊന്നുമില്ല, പക്ഷെ നിങ്ങൾ എന്നെ വഞ്ചിക്കുമോന്ന് നല്ല സംശയം എനിക്കുണ്ട്. കോട്ടയത്തേക്ക് ഒരു ബസ് നോക്കിയാൽ തൃശ്ശൂർക്ക് ഒരു 10 ബസ് വരും. തൃശ്ശൂർക്ക് ഒരു ബസ് നോക്കിയാൽ കോട്ടയത്തേക്ക് ഒരു ബസ് വരും. അതൊക്കെ പ്രൈവറ്റ് ബസ്സുകാര്. നമ്മളിതേ കൈ കാണിച്ച് ചേട്ടാ ഞാൻ ഒന്ന് കുളിച്ചേച്ചും വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുളിപ്പിച്ച് ഡ്രസ്സും മാറ്റിച്ച് മേക്കപ്പ് ചെയ്ത് നമ്മളെ ബസ്സിൽ കയറ്റി ഇഷ്ടമുള്ള പാട്ടും വെച്ചെന്ന് ഇഷ്ടമുള്ളടത്ത് ചെന്നിറക്കും. അതുകൊണ്ടെന്താ അവർക്ക് വല്ല നഷ്ടമുണ്ടോ?